പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. മെയ് 15 എന്നൊരു ദിവസമുണ്ടെങ്കിൽ അന്ന് മുതൽ കേരളത്തിൽ സ്ത്രീകൾക്ക് എവിടെയും KSRTCയിൽ സൗജന്യമായി യാത്ര ചെയ്യാമെന്നാണ് നിയുക്ത പാലക്കാട് MLA രമേശ് പിഷാരടിയും അതുപോലെ തന്നെ മറ്റ് നേതാക്കന്മാരെല്ലാവരും ഉന്നയിച്ചിരുന്നത്. ഇലക്ഷന്റെ ഹൈലൈറ്റ് തന്നെ അതായിരുന്നു. കേരളത്തിലുടനീളം സൗജന്യ യാത്ര ഫലവത്താകുന്നത്. KSRTC ഇത്രയും നഷ്ടത്തിൽ ഓടുന്ന സമയത്ത് കൂടിയും ഇങ്ങനെയൊരു വാഗ്ദാനം നൽകണമെങ്കിൽ, ഇങ്ങനെയൊരു വാഗ്ദാനം മുന്നിൽ വെച്ച് ഇലക്ഷനെ നേരിടണമെങ്കിൽ അവരെന്തെങ്കിലും മുന്നിൽ കണ്ടിട്ടായിരിക്കണം. അത് വോട്ടിന് വേണ്ടി മാത്രമായിരുന്നു എന്നുള്ളൊരു ചോദ്യചിഹ്നമാണ്. കൃത്യമായും പറഞ്ഞാൽ മെയ് 15 എന്നൊരു ദിവസം മുന്നോട്ട് വെച്ച് പറയണമെങ്കിൽ അത്രയും ഷുവർ ഉണ്ടായിട്ടായിരിക്കണം. അപ്പൊ എന്നിട്ട് കൂടിയും മെയ് 15 തൊട്ട് മുന്നോടിയായിട്ടാണ് ഒരു മുഖ്യമന്ത്രിയെ പോലും പ്രഖ്യാപിക്കാൻ അവർക്ക് സാധിച്ചത്. എങ്ങനെയാണ് ഇനി കടന്നു വരുന്ന 5 വർഷത്തിൽ അവർ പറഞ്ഞ വാഗ്ദാനങ്ങൾ നിറവേറ്റുകയും അവർ പറഞ്ഞ കർത്തവ്യങ്ങൾ നിറവേറ്റുകയും ചെയ്യുമെന്നുള്ളത് കേരള ജനത ഇപ്പോൾ സംശയത്തിലാണ്. അപ്പൊ ഇതിനെതിരെയാണ് നമ്മൾ മഹിളാ മോർച്ച മുന്നിലേക്ക് ഇറങ്ങിയിരിക്കുന്നത്. ഓർഡർ വന്നാലും വന്നില്ലെങ്കിലും തികച്ചും സൗജന്യമായി അവർ പറഞ്ഞ വാഗ്ദാനം പാലിക്കുന്നത് വരെയും നമ്മൾ പ്രതിഷേധത്തിൽ മുന്നിൽ തന്നെ കാണും. ഇനിയും പ്രതിഷേധങ്ങൾ പ്രതീക്ഷിക്കാം. സ്ത്രീകൾക്ക് വേണ്ടിയാണ്, കേരളത്തിലെ സ്ത്രീകൾക്ക് വേണ്ടിയാണ് മഹിളാ മോർച്ച എന്നും നിലനിന്നിരുത്തുള്ളത്. തുടർന്നും അതുപോലെ തന്നെ നിലകൊള്ളുമെന്നാണ് മഹിളാ മോർച്ചയ്ക്ക് പറയാനുള്ളത്.